അങ്ങനെ നമ്മുടെ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി അങ്ങനെ LHB ആയിരിക്കുകയാണ്. LHB കോച്ചുകളുടെ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ICF കോച്ചുകളൊക്കെ മാറ്റി പുതിയ LHB കോച്ചുകളുടെ അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയിലാണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തുറവൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇപ്പോൾ കുറച്ച് എന്താ പറയുക, പ്ലാറ്റ്ഫോം 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലുള്ളത് കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. കൗണ്ടറൊക്കെ കുറച്ച് അങ്ങോട്ടൊക്കെ പോകണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ യാത്ര ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയിലാണ് കേട്ടോ. ഇപ്പോൾ വണ്ടി 5:55 എത്തുന്നത്, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എറണാകുളം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇവിടുന്ന് ഈ തുറവൂരിൽ നിന്ന് കൂടുതലും പേര് ആശ്രയിക്കുന്നതിന് വണ്ടിയാണ്. തുറവൂർ, ചേർത്തല അല്ലെങ്കിൽ ഓഫീസ് ടൈം ഒരു കമ്മ്യൂട്ടർ വണ്ടിയാണ് ഇതൊരു ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി. അപ്പോൾ ഓഫീസ് ജോലിക്കാരൊക്കെ ആശ്രയിക്കുന്നതിന് വണ്ടിയാണ്. കൊല്ലമൊക്കെ എത്തുമ്പോഴത്തേക്കും വണ്ടിയിട്ട് തിരക്കുണ്ടോ. നേരത്തെ വണ്ടി നമ്മൾ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ICF കോച്ചായിരുന്നു. ഇപ്പോഴാണ് LHB കോച്ചായത്. അപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് 1.5 മാസമായിട്ടുണ്ട്. നമ്മൾ ശേഷം ഇപ്പോഴാണ് വണ്ടിയിൽ കയറാൻ പോകുന്നത്. തിരുവനന്തപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് എത്തിച്ചേർന്നതാണ്. ഇവിടെ നമ്മൾ നോർമൽ മാനുവൽ അനൗൺസ്മെൻ്റ് ആണുള്ളത്. അപ്പോൾ ഇവിടെ നല്ല തിരക്കുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്. കാരണം ഇവിടുന്ന് ഓഫീസ് ടൈമിലൊക്കെ പോകുന്നവരൊക്കെ കൂടുതലും ആശ്രയിക്കുന്ന വണ്ടിയാണ് ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി തുറവൂർ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 1-ലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നൊരു WAP7 ലോക്കോ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ LHBയിലേക്ക് അപ്ഡേറ്റ് ആയപ്പോൾ മിക്ക ദിവസങ്ങളിൽ WAP7 കൊടുക്കാറ്. WAP7 ഈറോഡ് ഷെഡിൻ്റെയാണ് കേട്ടോ. അപ്പോൾ അതാണ് പുതുപുത്തൻ LHB കോച്ചുകളാണ്. ഏകദേശം 1.5 മാസം ഈ വണ്ടി LHB ആയിട്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം തിരക്കുണ്ട് വണ്ടിക്കകത്ത്. അപ്പോൾ എവിടെയെങ്കിലും കയറി സീറ്റ് പിടിക്കാൻ. അങ്ങനെ 2 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം തുറവൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. വണ്ടിയിലിപ്പോൾ അത്യാവശ്യം നല്ല തിരക്കായി. അപ്പോൾ നമ്മൾ കയറിയൊരു ബ്ലൂ കളർ LHB കോച്ചിലാണ് നമ്മൾ കയറിയത്. എനിക്കിപ്പോൾ ട്രിവാൻഡ്രം വരെ പോയത് 80 രൂപയാണ്. ജനറൽ ടിക്കറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നേരം എടുത്തിട്ടില്ല. അപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് വന്നോട്ടെ. അപ്പോൾ ബാക്കി കാഴ്ചകളപ്പോൾ കാണാം നമുക്ക്. അങ്ങനെ നമ്മുടെ വണ്ടി ചേർത്തല എത്തിയിരിക്കുകയാണ്. ചേർത്തല 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് വണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കാണ് വണ്ടിയിൽ കയറാനായിട്ട്. രണ്ട് മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം ചേർത്തലയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് മാരാരിക്കുളത്താണ്. അവിടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ക്രോസിങ്ങിന് വേണ്ടി കിടപ്പുണ്ട് കേട്ടോ. ചേർത്തലയിൽ നമ്മൾ വണ്ടി പുറപ്പെട്ടു. ചെറിയതിൽ നേരം വെളുത്ത് വരുന്നുണ്ട്. ഇപ്പം മാരാരിക്കുളം സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതായി കിടക്കുന്ന നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് അവിടെ ക്രോസിങ്ങിന് വേണ്ടി കിടക്കണം. കാരണം സിംഗിൾ ലൈനാണല്ലോ. 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് WAP7 ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. നമ്പർ 37-827 ഈ റോയൽ ഷെഡിൻ്റെയാണ് കേട്ടോ അത്. അപ്പോൾ അത് ഇവിടുന്ന് തിരക്ക് അയച്ച് ജനറൽ തിരക്കുണ്ട്. കാരണം അത് എറണാകുളത്തേക്കാണ് കൂടുതൽ തിരക്ക്. എറണാകുളം തൃശ്ശൂർ ഭാഗത്തേക്കാണ്. അപ്പോൾ സ്ലീപ്പറൊന്നും ഇവിടുന്ന് തിരക്കാവില്ല. അതൊക്കെ എറണാകുളത്ത് ഫുള്ളാണ് സ്ലീപ്പർ AC ഒക്കെ വണ്ടിയുടെ. അങ്ങനെ 2 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം മാരാരിക്കുളത്ത് നിന്നും വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. മറ്റേ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് അവിടുന്ന് ഇവിടെ വന്നതിന് ശേഷം വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ആലപ്പുഴയാണ്. ഇപ്പോൾ അങ്ങനെ നമ്മൾ ആലപ്പുഴ എത്താറുണ്ട്. ആലപ്പുഴ ലൈറ്റ് ഹൗസാണ് കാണുന്നത്. നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. എന്തായാലേ നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. നല്ല സീനിക്കാണത്. ഇപ്പോൾ സമയം 6:45. നമ്മളിത് ആലപ്പുഴ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവിടെ നല്ല തിരക്കുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്. അപ്പുറത്ത് എറണാകുളം എക്സ്പ്രസ് കിടപ്പുണ്ട് പ്ലാറ്റ്ഫോം 2-ൽ. അവിടെ പിടിച്ചിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ വണ്ടി വരാനായിട്ട്. അപ്പോൾ എറണാകുളം എക്സ്പ്രസ് പുറപ്പെട്ടിരിക്കുകയാണ് അവിടുന്ന്. അത് മംഗലാപുരം ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടും. അപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് അമ്പലപ്പുഴയാണ് കേട്ടോ.
അപ്പോൾ ഈ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റി 18 കോച്ചാണ്. നല്ലൊരു റേക്കാണ്, 2 റേക്കും LHP ആയിട്ടുണ്ട്. ഞാൻ ഈ വണ്ടിയുടെ ടൈമിംഗ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്റ്റോപ്പിൽ എത്ര മിനിറ്റ് നിർത്തുന്നുള്ളതൊക്കെ മനസ്സിലാവും, ഏത് സ്റ്റോപ്പിൽ നിർത്തുന്നത് മനസ്സിലാവും. അപ്പോൾ നമ്മളിന്ന് അമ്പലപ്പുഴ എത്തിയിരിക്കുകയാണ്. അമ്പലപ്പുഴ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത്. അവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. അത് തിരുവനന്തപുരം CSMT വീക്കിലി എക്സ്പ്രസ് ആണ്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പോൾ ശനിയാഴ്ച ദിവസം മാത്രമുള്ളൊരു വണ്ടിയാണിത്, മുംബൈയിലേക്ക് പോകുന്നത്. ഇത് മറ്റേ പാലക്കാട് കൃഷ്ണരാജപുരം പിന്നെ നമ്മുടെ വാടി വഴി കറങ്ങി പോകുന്നൊരു വണ്ടിയാണിത്. കേരളത്തിൽ നിന്ന് CSMTയിലേക്കുള്ള ഡയറക്റ്റ് ഒറ്റ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്പലപ്പുഴയിൽ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോട് ക്രോസിങ്ങിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അത്യാവശ്യം തിരക്കുണ്ട് വണ്ടിയിൽ കയറാനായിട്ട്. ഇനി അങ്ങനെ ഡബിൾ ലൈനാണ്. എറണാകുളം മുതൽ അമ്പലപ്പുഴ വരെ സിംഗിൾ ലൈൻ ഉണ്ടായിരുന്ന റൂട്ട്, ഇനി ഡബിൾ ലൈനാണ്. നമ്മളിങ്ങനെ തകഴി സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ് അത്യാവശ്യം നല്ല സീനിക്കായിട്ടുള്ള നെൽപ്പാടങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്, അത് കാണിച്ചു തരാം. അപ്പോൾ തകഴി സ്റ്റേഷൻ നല്ല സ്പീഡിലാണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നത്. കണ്ടില്ല, അങ്ങോട്ടുള്ള സീനിക്കായിട്ടുള്ള കാഴ്ചയാണ്. തനി കുട്ടനാടിൻ്റെ ഭംഗി അത് കാണാൻ പറ്റുമെന്ന്. സീനിക്കായിട്ടുള്ള നെൽപ്പാടങ്ങൾ, ഹരിപ്പാട് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഹരിപ്പാട് സ്റ്റേഷൻ പ്ലാറ്റ്ഫോം 2ലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ഭാഗത്തൊന്നും ആരും കാണാനില്ല കേട്ടോ. ഇവിടെ വണ്ടിക്ക് 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. 2 മിനിറ്റ് സ്റ്റോപ്പിന് ശേഷം ഹരിപ്പാട് നിന്ന് വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് കായംകുളത്താണ് കേട്ടോ ഉള്ളത്. അങ്ങനെ നമ്മൾ കായംകുളം ജംഗ്ഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളിതാ എത്തിച്ചേർന്നിരിക്കണ്ടോ. അത് 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ സമയം 7:39. നമ്മളൊരു 24 മിനിറ്റ് ഡിലേ ആയിട്ടുണ്ട് അവിടെ എത്താനായിട്ട്. അവിടെ തിരക്കുണ്ട്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് ജനശതാബ്ദി വരാനുണ്ട്, അതിൻ്റെ തിരക്കാണ് കാണുന്നത്. അങ്ങനെ കായംകുളം നമ്മുടെ വണ്ടി പുറപ്പെട്ടു. ഇപ്പോൾ സമയം 7:43. ഇവിടെ 4 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് ജനശതാബ്ദി വരാനുണ്ട്, അതിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജനശതാബ്ദി അങ്ങനെ കായംകുളം ജംഗ്ഷൻ്റെ ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ WAP4 ആണ് ലോക്കോ. അത് ഈറോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു WAP4 ആണ്. നമ്മൾ ഈ വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ട് ചേർത്തലായിട്ട് കോഴിക്കോട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഈ വണ്ടിക്ക് ഏത് കാലത്ത് LHP ആവാനാണെന്ന് അത് ഫുള്ള് പരസ്യമാണ്, പരസ്യമയമാണ് കോഴിക്കോട് ജനശതാബ്ദി. അങ്ങനെ നമ്മൾ കരുനാഗപ്പള്ളി എത്തിയിരിക്കുകയാണ്. കരുനാഗപ്പള്ളി പ്ലാറ്റ്ഫോം 2ലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ അത്യാവശ്യം തിരക്കുണ്ടല്ലോ. പ്ലാറ്റ്ഫോം 1 തിരക്കുണ്ട് അത്യാവശ്യം. അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു. ഇവിടെ 2 മിനിറ്റായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ ഏതൊക്കെയോ വണ്ടി വരാനുണ്ട്, നല്ല തിരക്കുണ്ടല്ലോ ഇവിടെ.
ശാസ്താംകോട്ട നമ്മൾ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല സ്പീഡിന്. അടുത്ത സ്റ്റോപ്പ് മൺട്രോത്തുരുത്താണ്. മൺട്രോത്തുരുത്ത് നമ്മൾ ഇൻ്റർസിറ്റിക്ക് സ്റ്റോപ്പുണ്ട്. അപ്പോൾ നല്ല സ്പീഡിലാണ് ശാസ്താംകോട്ട സ്കിപ്പ് ചെയ്ത് പോകുന്നത്. അങ്ങനെ മൺട്രോത്തുരുത്ത് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സമയം ഇപ്പോൾ 8:07, ഒരു 15 മിനിറ്റ് ലേറ്റായിരുന്നു. അപ്പോൾ എന്താ പറയുക, മൺട്രോത്തുരുത്ത് ഒരു ഭയങ്കരമായിട്ട് ആശ്രയിക്കുന്നൊരു വണ്ടി ഇൻ്റർസിറ്റി. കാരണം വേറെ വഞ്ചിരാടൊന്നും സ്റ്റോപ്പില്ല. അപ്പോൾ എന്താ പറയുക, നമ്മുടെ മൺട്രോത്തുരുത്തിന് വന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്പോട്ടിങ്ങും അങ്ങനത്തെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലുണ്ട്. മൺട്രോത്തുരുത്തിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു വിൻ്റെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര സീനിക്കായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ മൺട്രോത്തുരുത്ത്. ഇപ്പിച്ചിരി ഡെവലപ്മെൻറ്റൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഒരു ഷെൽട്ടറൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് പ്ലാറ്റ്ഫോം, അപ്പുറത്തെ പ്ലാറ്റ്ഫോം റൂഫോ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളോട് പെരുന്നാട് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് കൊല്ലത്താണ് കേട്ടോ. കൊല്ലം എറണാകുളം മെമു ആണ് വരുന്നത്. കോട്ടയം വഴി പോകുന്ന വണ്ടിയാണത്. അപ്പോൾ നമ്മളത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഇഷ്ടംപോലെ ലോക്കേഴ്സ് കിടപ്പുണ്ട്. ഒരു WDG 4D കിടപ്പുണ്ട് ഇവിടെ. ഇപ്പുറത്തൊരു WP7 ഏതൊക്കെ ഒരു വണ്ടിയുടെ റേക്ക് കിടപ്പുണ്ട്. അതിന്ന് പുറപ്പെടുന്ന കൊല്ലം തിരുപ്പതി എക്സ്പ്രസിൻ്റെ റേക്കാണ് കിടക്കുന്നത്. ഇന്ന് 10:45 പുറപ്പെടുന്ന വണ്ടിയാണ് ഇവിടുന്ന്. അപ്പോൾ അത് ഇവിടെ പുറപ്പെടാൻ റെഡിയായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ കൊല്ലം ജംഗ്ഷനിൽ നമ്മൾ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 15 മിനിറ്റ് വണ്ടി പിടിച്ചിട്ടു. 5 മിനിറ്റ് വണ്ടി കൂടെ സ്റ്റോപ്പുണ്ട്. 15 മിനിറ്റ് കൂടെ വണ്ടി നിർത്തി. 8:37 സമയം. ഞാൻ ട്രെയിനിൻ്റെ അകത്ത് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ അതിനകത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പിന്നെ അവരുടെ പ്രൈവസി ഇഷ്യൂവിനെ ബാധിക്കരുത് അങ്ങനെ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുക്കാത്തത്. അപ്പോൾ അത് കൊല്ലം RPFൻ്റെ പുതിയ ബിൽഡിങ്ങാണ് കാണുന്നത്. റെയിൽവേ പോലീസിൻ്റെ പുതിയ ബിൽഡിങ്ങാണ് കാണുന്നത്. ഇപ്പോൾ കൊല്ലം കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് മയ്യനാടാണ്. തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി മയ്യനാട് എത്തിയിരിക്കുകയാണ്. ഇൻ്റർസിറ്റിക്ക് മയ്യനാട് സ്റ്റോപ്പുണ്ട് കേട്ടോ. അവിടെ 1 മിനിറ്റ് വണ്ടി നിർത്തത്തുള്ളൂ. ചെറിയൊരു സ്റ്റേഷനാണിത്. ഇൻ്റർസിറ്റി ഇവിടെ നിർത്തുന്നതുകൊണ്ട് ഭയങ്കര ഒരു ഉപകാരമായിരിക്കും ഇവിടുത്തെ ആൾക്കാർക്ക് ട്രിവാൻഡ്രം പോകാനായിട്ട്. മയ്യനാട് നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത സ്റ്റോപ്പ് പനവൂരാണ്. അതും തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ പരവൂർ കായലിലെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പരവൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പ്ലാറ്റ്ഫോം 3-ലേക്കാണ് നമ്മുടെ വണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടുന്ന് നല്ല തിരക്കുണ്ടാകും വണ്ടിയിൽ കയറാനായിട്ട്. കാരണം തിരുവനന്തപുരം ഭാഗത്തേക്ക് അത്യാവശ്യം ഓഫീസ് ജോലിക്കാരൊക്കെ കയറുന്നൊരു വണ്ടിയാണത്. ഞാൻ പറഞ്ഞ കമ്പ്യൂട്ടർ വണ്ടിയാണെന്ന്. അപ്പം ഇവിടുന്ന് നല്ല തിരക്കുണ്ടാവും.
അങ്ങനെ 2 കൊല്ലത്തെ സ്റ്റോപ്പ് ശേഷം പരവൂരിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു. അടുത്ത സ്റ്റോപ്പ് വരുന്നത് വർക്കലയിലാണ്. നമ്മളിപ്പോൾ കാപ്പിൽ ആ ഒരു ഭാഗത്താണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കാപ്പിൽ ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ് നമുക്കൊന്ന് തന്നെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് കാണുന്നത്. അപ്പുറത്തെ വശത്ത് ഒരു കടലാണ് അപ്പുറത്തെ വശത്ത്. അപ്പോൾ കാപ്പിൽ ബീച്ചിൻ്റെ അതിനപ്പുറത്ത് ബീച്ചാണ്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ, നല്ല അടിപൊളി വ്യൂ അല്ലേ, നല്ല ഭംഗിയിലേ കാണാനായിട്ട്. ഇപ്പോൾ കാപ്പിൽ സ്റ്റേഷൻ വെച്ചിട്ടുണ്ട് WAG9 ട്വിൻസ് VTP എന്നിട്ട് നമ്മൾ ക്രോസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ കൊണ്ടുവന്ന ദൂരം ഉണ്ടാവില്ല, എന്തുകൊണ്ടാണ് പെട്രോൾ ഉണ്ടാകുന്നത് ആലോചിച്ച് നോക്കി. അങ്ങനെ നമ്മൾ വർക്കല എത്തിയിരിക്കുകയാണ്. വർക്കല ശിവഗിരി സ്റ്റേഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സമയം ഇപ്പോൾ 9 മണിയായി. ഒരു 26 മിനിറ്റ് ലേറ്റായി ഇവിടെ എത്തിയപ്പോഴത്തേക്കും. അപ്പോൾ ഈ വണ്ടി ICF വരുന്ന സമയത്ത് നമ്മൾ വർക്കലയിൽ വന്ന വീഡിയോ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ. വർക്കലയിൽ വാക്തൂർ വീഡിയോ നമ്മൾ വണ്ടിയിൽ വന്ന് ഇറങ്ങിയത് വർക്കല പോയതൊക്കെ കിടപ്പുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ വർക്കലയിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 3 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുവനന്തപുരം പേട്ടയിലാണ്. WAP4 ആയിട്ട് നമ്മുടെ മധുരൈ പുനലൂർ എക്സ്പ്രസ് വരുന്നുണ്ട്. അത് ഈറോഡ് സൈഡിൽ WAP4 കിടന്നിട്ട് ഇപ്പോൾ നമ്മൾ കഴക്കൂട്ടം സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ കേരള സമ്പർക്ക് ക്രാന്തിയാണ് വരുന്നത് WAP7 ലോക്കമായിട്ട്. വണ്ടി ഇവിടുന്ന് അധികം തിരക്കൊന്നുമില്ല. അതിനകത്തേക്ക് ഇതൊക്കെ എറണാകുളത്തോടെ ഇരിക്കണം ഫുള്ളാകത്തുള്ള വണ്ടിയൊക്കെ. അപ്പം നമ്മൾ കഴക്കൂട്ടം സ്റ്റേഷൻ കൂടെ പയ്യെ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ മാവേലി എക്സ്പ്രസിൻ്റെ റേക്കാണ്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ ഈ കഴക്കൂട്ടം സ്റ്റേഷനിൽ ഇൻ്റർസിറ്റിക്ക് സ്റ്റോപ്പില്ല, പക്ഷേ വഞ്ചിരൂണ് സ്റ്റോപ്പുണ്ട്. അപ്പോൾ ടെക്നോ പാർക്കിൻ്റെ ഒക്കെ അടുത്ത് ഉള്ള സ്റ്റേഷനാണത്. ഇൻ്റർസിറ്റിക്കും ഇവിടെ സ്റ്റോപ്പില്ല, വഞ്ചിരൂടിനും അതൊരു സ്റ്റോപ്പുള്ളൂ. വഞ്ചിരൂട് പിന്നെ വേറെ കുറച്ച് വണ്ടിക്ക് അത്ര സ്റ്റോപ്പുള്ളൂ. പരശുറാമിനൊക്കെ സ്റ്റോപ്പുണ്ട് ഇവിടെ. അത് സ്റ്റേഷൻ ഇങ്ങനെ പയ്യെ നമ്മൾ സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ടേക്ക് പോവുകയാണ് ട്രിവാൻഡ്രം ലക്ഷ്യമാക്കി. ആ കാണുന്ന ബിൽഡിങ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ബിൽഡിങ്ങാണ് കാണുന്നത്. നമ്മളങ്ങനെ തിരുവനന്തപുരം നോർത്ത് സ്കിപ്പ് ചെയ്യുകയാണ്, അഥവാ കൊച്ചുവേളി. ഈ വണ്ടിക്ക് തിരുവനന്തപുരം നോർത്തിൻ്റെ സ്റ്റോപ്പില്ല കേട്ടോ. വർക്കലോട്ട് പിന്നെ ഡയറക്റ്റ് പേട്ട വഴി പിന്നെ തിരുവനന്തപുരം സെൻറ്ററിൽ, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം പേട്ട സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന ഇൻ്റർസിറ്റിയുടെ സ്റ്റോപ്പുണ്ട്, പക്ഷേ നേരെ തിരിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർക്ക് വന്ന ഇൻ്റർസിറ്റിയുടെ സ്റ്റോപ്പില്ല കേട്ടോ. അപ്പോൾ ഈ RCC പിന്നെ എന്താ പറയുക ടൗണിൻ്റെ അടുത്തുള്ള ഭാഗങ്ങൾ പോകുന്നതൊക്കെ ഇവിടെ ഇറങ്ങുന്നതായിരിക്കും എളുപ്പം, സെൻറ്ററിൽ പോകണമെന്നില്ല.
തിരുവനന്തപുരം പേട്ടയിൽ നിന്ന് നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഒട്ടുമിക്ക ആൾക്കാരിവിടെ ഇറങ്ങി കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ വണ്ടിയിലധികം തിരക്കൊക്കെ നല്ലൊരു കുറഞ്ഞു, കാരണം ഒരുപാട് ആൾക്കാരിവിടെ ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത സ്റ്റോപ്പ് ഈ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പ് നമ്മുടെ ഡെസ്റ്റിനേഷനായ തിരുവനന്തപുരം സെൻട്രലാണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ലോക്കോ ഷോട്ടാണ് കാണുന്നത്. ഇവിടെ WP7 ലോക്കോ കിടപ്പുണ്ട്, 37,954. വിജയവാഡ ഷെഡിൻ്റെ WP7ആണത്. അതിൻ്റെ പുറകിൽ വേറെ WP7 കിടപ്പുണ്ട്. അപ്പോൾ നമ്മളിത് തിരുവനന്തപുരം സെൻട്രൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് നോക്കട്ടെ കേട്ടോ. മിക്കവാറും 1-ലേക്കായിരിക്കും കയറുക. അപ്പോൾ നമ്മളത് 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് കയറുന്നത്. ഇപ്പോൾ അവിടെ വേറെ 2 ലോക്കോസ് കിടപ്പുണ്ട്, WP4ഉം WP7ഉം കിടപ്പുണ്ട്. അപ്പോൾ വണ്ടി ഒരു 7 മിനിറ്റ് ലേറ്റാണ് കേട്ടോ. 9:40 വണ്ടി 9:47 അവിടെ എത്തിയത്. എന്നിട്ട് ആക്സിഡൻറ്റ് റിലീഫ് മെഡിക്കൽ വാൻ അതുപോലത്തെ വാനാണത്. ഈ വണ്ടിയുടെ കോച്ച് കോമ്പസിഷൻ ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഇതിന് 14 ജനറലാണ് കേട്ടോ കൂടുതൽ. 3 സെക്കൻഡ് സീറ്റിങ്, ഒരു AC ചെയർ കാർ, അങ്ങനെയാണ് ഇതിൻ്റെ കോച്ച് കോമ്പസിഷൻ വരുന്നത്. നല്ല ഹിറ്റ് സർവീസാണ്, നല്ല തിരക്കായിരിക്കും എപ്പോഴും. കാരണം ഇത് ഓഫീസ് ടൈമിനാണ് തിരുവനന്തപുരം എത്തുന്നത്, അപ്പോൾ നല്ല തിരക്കായിരിക്കും എപ്പോഴും വണ്ടിക്കകത്ത്. നമുക്കിനി സെക്കൻഡ് സീറ്റിങ്ങും AC ചെയർ കാറൊന്നും കാണണ്ടേ. അപ്പോൾ ഇവിടെ എല്ലാവരും ഇറങ്ങി, എല്ലാവരും ഇനി ഓരോരോ ഓഫീസുകൾ പറ്റുന്ന ആവശ്യങ്ങൾക്ക് വന്നവർക്കൊക്കെ എല്ലാവരും ഇറങ്ങി പോവുകയാണ് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ, നമ്മൾ കയറിയ കോച്ചാണ്. സെയിമാണ്, സിമിലറാണ് സെക്കൻഡ് സീറ്റിംഗ്. അതുപോലെ തന്നെ മെമ്മോ ടൈപ്പ് സീറ്റാണ് വരുന്നത്. മറ്റേ എന്താ പറയുക, വേറെ ചെയർ കാറായിരുന്നു. ഇപ്പോൾ ആ ചെയർ കാറൊക്കെ നിർത്തി ഇപ്പോൾ ഇതുപോലത്താണ് പ്രൊഡക്ഷൻ വരുന്നത്. ജനശതാബ്ദിക്ക് ഇത് തന്നെ സീറ്റ്, നമ്മൾ കണ്ണൂർ ജനശതാബ്ദിക്ക് പോയില്ല, സെയിം സീറ്റാണത്. ഇപ്പോൾ ഈ വണ്ടിക്ക് റേക്ക് ഷെയർ കണ്ട് ഗുരുവായൂരിൽ നിന്ന് തിരുവനന്തപുരം വന്നു, എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തിരുച്ചിറപ്പള്ളിക്ക് പോകും, എന്നിട്ട് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം വന്നിട്ടാണ് വൈകിട്ട് 5:30 ഗുരുവായൂർക്ക് പോകുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ റേക്ക് ഷെയറിങ് വരുന്നത്. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ AC ചെയർ കാർ. ഇതിപ്പോൾ ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് 11:35 തിരുച്ചിറപ്പള്ളിക്ക് പോകും, അവിടെ 7:45 എത്തും. 7:15 പുറപ്പെട്ട റേക്കുണ്ട് തിരുച്ചിറപ്പള്ളി തിരുവനന്തപുരം ഇൻ്റർസിറ്റി, അത് ഇവിടെ 3:20 എത്തും. എന്നിട്ട് 5:30 ഗുരുവായൂർക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് ഇറങ്ങി. ഇവിടെ നല്ല തിരക്കാണ്, കാരണം എന്താ പറയുക, ഇഷ്ടംപോലെ വണ്ടികൾ വരുന്ന സമയമാണ് കേട്ടത്. അപ്പോൾ നല്ല ഓഫീസ് ടൈമിലേക്ക് പോകേണ്ടവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്ന സമയമാണ്. അപ്പോൾ പുതിയ LSP കോച്ചിലേക്ക് അപ്ഗ്രേഡായ ഗുരുവായൂർ തിരുവനന്തപുരം ഇൻ്റർസിറ്റിയുടെ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം വരെ കാണുമ്പോഴേക്കും ഓക്കെ ദെൻ ബൈ.